ഹലോ! അങ്ങനെ നമ്മുടെ കുംഭമേളയുടെ ഫൈനൽ പാർട്ടാണ് ഇത്. നമ്മളിതാ ഈ പാലത്തിലൂടെ ഇങ്ങനെ പോവായിരുന്നല്ലോ. ഇതാ നമ്മളതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് സ്നാനം ചെയ്യുന്നുണ്ട്. സ്നാനം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനും അരുണേട്ടനും ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ മുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയല്ലേ? 144 കൊല്ലം കൂടുമ്പോഴുള്ളൊരു പരിപാടിയിൽ നമ്മളും ഭാഗമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. നമ്മളിതാ ഗംഗാജലം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരുപാട് പേര് ഗംഗാജലമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളും അങ്ങനെ ഒരു 5 ലിറ്ററിൻ്റെ ക്യാനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തിലകം ചാർത്തൽ. ഇവിടെ സ്നാനം കഴിഞ്ഞാൽ എല്ലാവരും തിലകമൊക്കെ ചാർത്തുന്നുണ്ട്. ഞാനിത് വാരണാസിയിലൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അതാണ് ഈ ഫോട്ടോസിലൊക്കെ എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ചെയ്താൽ. സത്യം പറഞ്ഞാൽ ഞാനിത് ചെയ്യാൻ വേണ്ടി വന്ന പോലെയായിരുന്നു വന്നിരുന്നത്. പിന്നെ വേറൊരു കോമഡി ഉണ്ട്. ഈ ചെയ്യുന്ന ആൾ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. ആളെനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് തിലകം വരച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതവിടുത്തെ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ. ഒരുപാട് പേര് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാലത്തിലൂടെ വരുന്നുണ്ട്. അതിന് മേലൊരു പാലാണ് കേട്ടോ ആ ലൈറ്റിൽ കാണുന്നത്. അപ്പോഴത്തേക്കും അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയി. ഇതും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഗംഗാരതി. ഇതവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. നമ്മളത് അതിൻ്റെ അവസാന ഭാഗത്തെത്തിയപ്പോഴാണ് നമ്മൾ ഈ സംഭവം ശ്രദ്ധയപ്പെട്ടത്. ഇതും നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്, അതിൽ നമ്മളും ഭാഗമാവും എന്നുള്ളത്. അത് കഴിഞ്ഞ് അവിടെ അതുവരെ ശാന്തി സമാധാനമായ ഗംഗാരതി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഈ ആരതി ഒഴിഞ്ഞ് ഇതൊന്ന് തൊട്ട് തലോടാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എത്തിക്കുകയാണ്. ആ സമയത്ത് പിന്നെ അത് തല്ലും അടിപിടിയായിരുന്നു അവിടെ. അടിയിൽ ഞാനും ഭാഗമായിട്ടുണ്ടായിരുന്നു. അതൊന്ന് തൊട്ട് നെറുകിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ടുണ്ട്. അതാ ഇവർ ടീമുണ്ടോ മേക്കപ്പൊക്കെ ചെയ്ത് ക്യാഷൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ വഴിയോരത്ത്. നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പം